രക്ഷയുടെ പാതയിൽ. ഈശോയുടെ കുഞ്ഞുങ്ങളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നിങ്ങൾക്കെല്ലാവർക്കും സുഖമല്ലേ? നിങ്ങളൊക്കെ നല്ല മിടുക്കരായിട്ടിരിക്കുന്നുവെന്ന് നിങ്ങളുടെ ടീച്ചേഴ്സൊക്കെ സിസ്റ്ററിനോട് പറയാറുണ്ട്. നിങ്ങളെക്കുറിച്ചൊക്കെ സിസ്റ്റർ നിങ്ങളുടെ ടീച്ചേഴ്സിനോട് ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ നല്ല മിടുക്കരായിട്ടിരിക്കുന്നു എന്നാണ് ടീച്ചർമാർ എന്നോട് പറയാറുള്ളത് കേട്ടോ. എങ്കിൽ നമുക്കിന്ന് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യമേ എന്താ ചെയ്യുന്നേ? പ്രാർത്ഥിച്ചാണ് നമ്മൾ തുടങ്ങുന്നത് അല്ലേ? എങ്കിൽ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് നമുക്ക് പ്രാർത്ഥിച്ചു തുടങ്ങാം. ഈ സ്ക്രീനിൽ ഒരു ഈശോയുടെ രൂപം വരും. ആ ഈശോയെ നോക്കിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിച്ച് ക്ലാസ് ആരംഭിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ഈശോയെ, ഈ ഒരു പ്രഭാതം തന്ന്, ഈ ഒരു നല്ല ദിവസം തന്ന് കുഞ്ഞുങ്ങളായ ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. നല്ല ഈശോയെ, എന്നും വിശുദ്ധിയിൽ വളരുവാൻ, നല്ല കുഞ്ഞുങ്ങളായി വളരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. നമുക്കൊരു സ്തുതി പറഞ്ഞാലോ? ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ, ആമേൻ. നല്ല മിടുക്കരാ കേട്ടോ. എങ്കിൽ എല്ലാവരും ഇരുന്നോ. ഇനി നമുക്ക് പഠിക്കാം. ഇന്ന് എന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്? നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ദൈവാലയത്തിൽ പോകുന്ന ഈശോയെക്കുറിച്ചാണ്. കഴിഞ്ഞ ആഴ്ചത്തെ ക്ലാസ്സിൽ നിങ്ങൾ എന്താ പഠിച്ചത്? മാതാപിതാക്കളെ അനുസരിക്കുന്ന ഈശോയെക്കുറിച്ചായിരുന്നു അല്ലേ? ടീച്ചർ നിങ്ങളെ നന്നായിട്ട് പഠിപ്പിച്ചില്ലേ? നിങ്ങളെല്ലാവരും മാതാപിതാക്കളെ അനുസരിക്കണം. ഈശോ എങ്ങനെയാണ് മാതാപിതാക്കളെ അനുസരിച്ചിരുന്നത് എന്നെല്ലാം ടീച്ചർ പഠിപ്പിച്ചു അല്ലേ? ഇന്ന് നമ്മൾ മാതാപിതാക്കളെ അനുസരിച്ച് അവരോടുകൂടെ ദൈവാലയത്തിൽ പോകുന്ന ഈശോയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഈശോ ദേവാലയത്തിൽ പോയിരുന്നത് എന്തിനാണെന്നോ ടീച്ചർ പറഞ്ഞു തരാം. ദൈവത്തെ ആരാധിക്കാൻ, ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ, തിരുനാളിൽ പങ്കെടുക്കാൻ. ഈ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈശോ മാതാപിതാക്കളോടൊത്ത് ദേവാലയത്തിൽ പോയിരുന്നത്. ഇനി വിശുദ്ധ കാർലോ അക്വിറ്റസിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വിശുദ്ധ കാർലോ അക്വിറ്റസിനെ കുറിച്ച് ടീച്ചർ നിങ്ങൾക്ക് പറഞ്ഞു തരാം. വിശുദ്ധ കാർലോ ആരായിരുന്നു എന്നും അദ്ദേഹം വിശുദ്ധനായത് എങ്ങനെയാണെന്നുമൊക്കെ ടീച്ചർ പറഞ്ഞു തരാം. ഇപ്പോൾ ഈ സ്ക്രീനിൽ വിശുദ്ധ കാർലോ അക്വിറ്റസിൻ്റെ ഒരു ചിത്രമാണ് വന്നിരിക്കുന്നത്. ഈ കാർലോ അക്വിറ്റസ് ആരായിരുന്നെന്നോ? കുഞ്ഞുനാൾ മുതൽ ദേവാലയത്തിൽ പോയി ഈശോയുടെ വചനം കേൾക്കുകയും ഈശോയെ സ്നേഹിക്കുകയും ഈശോയെക്കുറിച്ച് കൂട്ടുകാരോടൊക്കെ പറഞ്ഞു കൊടുക്കുകയും ചെയ്തിരുന്ന ഒരു കൊച്ചുകുട്ടിയായിരുന്നു ഈ കാർലോ അക്വിറ്റസ്. ഈ കാർലോ അക്വിറ്റസ് 9-ാമത്തെ വയസ്സിൽ ഈശോയെ സ്വീകരിച്ചു, വിശുദ്ധ കുർബാന സ്വീകരിച്ചു. ആദ്യ കുർബാന സ്വീകരണം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അതുപോലെ ആദ്യ കുർബാന 9-ാമത്തെ വയസ്സിൽ സ്വീകരിച്ചതിന് ശേഷം ഒരിക്കൽ പോലും ഈ വിശുദ്ധൻ ദേവാലയത്തിൽ പോകുക എന്നത് മുടക്കിയിരുന്നില്ല. ഈശോയെ ഏറെ സ്നേഹിക്കുകയും എന്നും ദേവാലയത്തിൽ പോയി കൂട്ടുകാരുടെ കാര്യങ്ങളും ടീച്ചേഴ്സിൻ്റെ കാര്യങ്ങളും മാതാപിതാക്കളുടെ കാര്യങ്ങളും ഒക്കെ ഈശോയോട് പറഞ്ഞു പ്രാർത്ഥിച്ച് അങ്ങനെ ഈശോയെക്കുറിച്ച് തൻ്റെ കൂട്ടുകാരോടൊക്കെ കാര്യമായിട്ട് ഈ കാർലോ കൂട്ടുകാരോടും പറഞ്ഞു കൊടുത്തിരുന്നു. അങ്ങനെ ഈ കാർലോയ്ക്ക് 15-ാമത്തെ വയസ്സിൽ ലുക്കീമിയ എന്ന രോഗം ബാധിച്ച് ഈ കാർലോ മരിച്ചുപോയി. ഇപ്പം ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്കൊക്കെ ചേട്ടായി എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന ഒരു പ്രായമായിരുന്നു കാർലോയ്ക്ക്. 30 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ 15-ാമത്തെ വയസ്സിൽ ഈ കാർലോ എന്ന വിശുദ്ധൻ മരിച്ചുപോയി. ഈ കാർലോയുടെ പ്രത്യേകത എന്തായിരുന്നോ? ഈശോയെക്കുറിച്ച്, വിശുദ്ധ കുർബാനയെക്കുറിച്ച് കൂട്ടുകാരോടൊക്കെ എപ്പോഴും പറയുമായിരുന്നു. അപ്പോൾ ഈ കാർലോ മരിച്ചു കഴിഞ്ഞപ്പോൾ കാർലോയെക്കുറിച്ച് കൂട്ടുകാർക്കൊക്കെ വളരെ ആദരവും ബഹുമാനവുമൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഈ കൂട്ടുകാരുടെ ആവശ്യങ്ങളൊക്കെ കാർലോയോട് പറഞ്ഞാൽ കാർലോ ഈശോയുടെ അടുക്കൽ പറഞ്ഞ് സാധിച്ചു കൊടുക്കുമെന്ന് ഈ കൂട്ടുകാർക്കൊക്കെ ഉറപ്പായിരുന്നു. അപ്പോൾ ഈ കൂട്ടുകാരൊക്കെ എന്ത് ചെയ്തുവെന്നോ? കാർലോ മരിച്ചു കഴിഞ്ഞപ്പോൾ കൂട്ടുകാർ അവരുടെ ആവശ്യങ്ങളൊക്കെ കാർലോയോട് പറയാൻ തുടങ്ങി. കഴിഞ്ഞ പ്രാവശ്യം ടീച്ചർ ക്ലാസ്സിൽ പഠിപ്പിച്ചില്ലേ? മാതാവിനോട് അപേക്ഷിച്ച് കഴിഞ്ഞാൽ മാതാവ് എന്തു ചെയ്യും? ഈശോയോട് പറഞ്ഞ് ഈശോയുടെ അടുത്തുനിന്ന് അനുഗ്രഹങ്ങൾ മേടിച്ചു തരുമെന്ന് ടീച്ചർ പഠിപ്പിച്ചില്ലേ? അതുപോലെ ഈ കാർലോയുടെ കൂട്ടുകാരെന്ത് ചെയ്തു? കാർലോയോട് തങ്ങളുടെ ആവശ്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ കാർലോ ഈശോയുടെ അടുത്തല്ലേ? ഈ കാർലോ ഈശോയോട് കൂട്ടുകാരുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഈശോ എന്തു ചെയ്യും?
ഈ കൂട്ടുകാരുടെ ആവശ്യങ്ങളൊക്കെ കാർലോ വഴി ഇവർക്ക് അനുഗ്രഹങ്ങളായി നൽകി. അങ്ങനെ ഈ കാർലോയോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും സാധിക്കുമെന്ന് ഈ കൂട്ടുകാർ എല്ലാവരോടും പറയാൻ തുടങ്ങി. അങ്ങനെ ബ്രസീലിയയിലെ ഒരു കുഞ്ഞിന് രോഗം ബാധിച്ചപ്പോൾ ആ കുഞ്ഞിൻ്റെ മാതാപിതാക്കൾ എന്ത് ചെയ്തെന്നോ, ഈ കാർലോയോട് പ്രാർത്ഥിച്ചു. കാർലോയെ ഞങ്ങളുടെ കുഞ്ഞിൻ്റെ രോഗം മാറ്റിത്തരണേന്നൊക്കെ കാർലോയോട് പ്രാർത്ഥിച്ചപ്പോൾ ഈ കാർലോ എന്ത് ചെയ്തെന്നോ, ഈശോയോട് പറഞ്ഞ് ഈ കുഞ്ഞിൻ്റെ രോഗം ഈശോ മാറ്റിക്കൊടുത്തു. അങ്ങനെ കഴിഞ്ഞ വർഷം 2020 ഒക്ടോബർ മാസത്തിൽ കാർലോയെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചു. ഈ കാർലോയ്ക്ക് രോഗം വന്നപ്പോൾ 15ാമത്തെ വയസ്സിൽ ലുക്കീമിയ എന്ന രോഗം ബാധിച്ചപ്പോൾ ഈ കാർലോ അക്വിറ്റസ് എന്താ ചെയ്തതെന്ന് നിങ്ങൾക്കറിയാമോ? തൻ്റെ വേദനയും രോഗങ്ങളും എല്ലാം മാർപ്പാപ്പായ്ക്കും തിരുസഭയ്ക്കും വേണ്ടി ഈ വിശുദ്ധൻ കാഴ്ചവെച്ച് എന്നും പ്രാർത്ഥിച്ചിരുന്നു. അതെന്തുകൊണ്ടാണ് അങ്ങനെ കാർലോയ്ക്ക് പ്രാർത്ഥിക്കാൻ സാധിച്ചതെന്ന് നിങ്ങൾക്കറിയത്തില്ലല്ലോ. ടീച്ചർ പറഞ്ഞു തരാം. കാർലോ എന്നും ദേവാലയത്തിൽ പോയിരുന്നു. ഇപ്പോൾ നമ്മൾ എന്താണ് പഠിച്ചത്? മാതാപിതാക്കളോടൊത്ത് ഈശോയും എന്നും ദേവാലയത്തിൽ പോയിരുന്നു എന്ന് നമ്മൾ പഠിച്ചു അല്ലേ? അപ്പോൾ എന്നും ദേവാലയത്തിൽ പോയി പ്രാർത്ഥിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈശോ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരും. അപ്പോൾ പ്രധാനമായും 3 കാര്യങ്ങളാണ് ഇന്നത്തെ പാഠഭാഗത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ് ദൈവാലയം? എന്തിനാണ് നമ്മൾ ദൈവാലയത്തിൽ പോകുന്നത്? ദൈവാലയത്തിൽ പോകുമ്പോൾ നമ്മുടെ മനോഭാവം എന്താണ്? ആദ്യം നമ്മൾ പഠിക്കുന്നത് ഈശോ മാതാപിതാക്കളോടൊത്ത് ദേവാലയത്തിൽ പോയിരുന്നു എന്നാണല്ലേ. എങ്കിൽ എന്തിനാണ് ഈശോ ദേവാലയത്തിൽ പോയത് എന്ന് ടീച്ചർ പറയും. അപ്പോൾ നിങ്ങളതൊന്ന് ഏറ്റുപറയണം കേട്ടോ. ദൈവത്തെ സ്തുതിക്കാൻ, ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ, തിരുനാളിൽ പങ്കെടുക്കാൻ. ഒരിക്കൽ കൂടി പറഞ്ഞേ. ദൈവത്തെ സ്തുതിക്കാൻ, ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ, തിരുനാളിൽ പങ്കെടുക്കാൻ. ഈ 3 കാര്യങ്ങൾക്കാണ് ഈശോ ദൈവാലയത്തിൽ പോയിരുന്നത്. ഇനി എന്താണ് ദൈവാലയം എന്നാണ് നമ്മൾ പഠിക്കുന്നത്. എന്താണ് ദൈവാലയം? നിങ്ങൾക്ക് സ്വന്തമായിട്ട് വീടുണ്ട്, നിങ്ങളുടെ കൂട്ടുകാർക്ക് വീടുണ്ട് അല്ലേ? നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ കൂട്ടുകാരുടെ വീട്ടിലൊക്കെ നിങ്ങൾ പോകാറില്ലേ? ഇതുപോലെ നമ്മുടെ ഈശോയുടെ വീടാണ്, ഈശോ വസിക്കുന്ന വീടാണ്, ദൈവം വസിക്കുന്ന വീടാണ് ഏത്? ദൈവാലയം. ദൈവം എല്ലായിടത്തുമുണ്ട്, എവിടുന്ന് പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കും എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലേ. എങ്കിൽ ഈ ദൈവാലയത്തിന് പ്രത്യേകത എന്താ? ദൈവത്തിൻ്റെ സജീവ സാന്നിധ്യം ഉള്ളത് എവിടെയാണ്? ദൈവാലയത്തിലാണ്. ദൈവത്തിൻ്റെ സജീവ സാന്നിധ്യം എന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തിൻ്റെ ജീവനുള്ള സാന്നിധ്യം. നമുക്കൊക്കെ ജീവനില്ലേ? നമുക്ക് ജീവനുണ്ട്, നമ്മുടെ കൂട്ടുകാർക്കൊക്കെ ജീവനുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ കൂട്ടുകാരോട് ഫോൺ വിളിച്ചും നമ്മളിങ്ങനെ നേരിൽ കാണുമ്പോഴൊക്കെ നമ്മൾ സംസാരിക്കും, നമ്മുടെ കൂട്ടുകാരോട് നമ്മൾ ഫോൺ വിളിച്ച് കളിക്കും, അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമല്ലേ. പക്ഷേ നമുക്ക് നമ്മുടെ കൂട്ടുകാരുടെ അടുത്തിരുന്ന് സംസാരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒന്നെങ്കിൽ അവരുടെ വീട്ടിൽ പോകണം, ഇല്ലെങ്കിൽ അവർ നമ്മുടെ വീട്ടിൽ വരണം. ഇങ്ങനെ ഏതെങ്കിലും ഒരു കാര്യം ചെയ്താലല്ലേ നമുക്ക് നമ്മുടെ കൂട്ടുകാരുടെ അടുത്തായിരിക്കാൻ സാധിക്കുകയുള്ളൂ. ഇതുപോലെ ദൈവത്തിൻ്റെ കൂടെ ആയിരുന്ന് നമുക്ക് പ്രാർത്ഥിക്കണമെങ്കിൽ, നമുക്ക് നമ്മുടെ കാര്യങ്ങൾ പറയണമെങ്കിൽ എന്തു ചെയ്യണം? നമ്മൾ ദൈവാലയത്തിൽ പോകണം. അതുകൊണ്ട് ദൈവത്തിൻ്റെ ജീവനുള്ള സാന്നിധ്യം ഉള്ളത് എവിടെയാണ്? ദൈവാലയത്തിലാണ്. ദൈവത്തിൻ്റെ ജീവനുള്ള സാന്നിധ്യം എന്താണെന്ന് ടീച്ചർ പറഞ്ഞു തരാം. ഇതാണ് വിശുദ്ധ കുർബാന. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? തിരുവോസ്തി എന്നൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? തിരുവോസ്തി നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? എന്താണെന്നോ, നിങ്ങൾ നിങ്ങളുടെ പപ്പയുടെയും മമ്മിയുടെയും ഒക്കെ കൂടെ പള്ളിയിൽ പോകുമ്പോൾ വിശുദ്ധ കുർബാനയുടെ മധ്യേ അച്ഛൻ പപ്പയുടെയും മമ്മിയുടെയും ഒക്കെ നാക്കിൽ ഒരു വെള്ള അപ്പം കൊടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതാണ് തിരുവോസ്തി. അതാണ് ഈശോയുടെ ജീവിക്കുന്ന സാന്നിധ്യം, സജീവ സാന്നിധ്യം എന്നൊക്കെ ടീച്ചർ പറഞ്ഞില്ലേ? അതാണ് ഈശോ. വിശുദ്ധ കുർബാനയിൽ അച്ഛൻ ആശീർവദിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ അപ്പം അത് ഈശോയായി മാറും. ഈ ഈശോയെ സൂക്ഷിക്കുന്ന സ്ഥലമാണ് എന്ത്? സക്രാരി. സക്രാരി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതാണ്
സക്രാരി. ഈ സക്രാരിയിലാണ് ആര് വസിക്കുന്നത്? ഈശോ വസിക്കുന്നത്. ഈ ഈശോ സക്രാരിയിൽ ദേവാലയത്തിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. നമ്മുടെയൊക്കെ വീടുകളിൽ ഈശോയുടെ ചിത്രങ്ങളും ഈശോയുടെ സ്റ്റാച്യൂസ് ഒക്കെ ഉണ്ടല്ലോ അല്ലേ? അതൊക്കെ ഈശോയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട്, ഈശോയെ ഓർക്കുവാൻ നമ്മൾ നമ്മുടെ വീടുകളിൽ വച്ചിരിക്കുന്നതാണ്. പക്ഷേ അപ്പോൾ ദേവാലയത്തിൽ പോകുന്നത് എന്തിനാണ്? ഈശോയുടെ ജീവനുള്ള സാന്നിധ്യം എപ്പോഴും ഉള്ളത് ദേവാലയത്തിൽ മാത്രമാണ്. അതുകൊണ്ടാണ് നമ്മൾ ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്തിനാണ് നമ്മൾ ദേവാലയത്തിൽ പോകുന്നതെന്ന് ടീച്ചർ പറഞ്ഞത്? നിങ്ങൾക്കിപ്പോൾ ദേവാലയത്തിൽ പോകാനൊക്കെ ഇഷ്ടം തോന്നുന്നില്ലേ? ഈശോ എവിടെയാണ് വസിക്കുന്നത്? ദേവാലയത്തിൽ. ഇനി ദേവാലയത്തിൽ പോകുമ്പോൾ നമ്മുടെ മനോഭാവം എന്തായിരിക്കണം? ഈശോയെ പോലെ എനിക്കും പ്രാർത്ഥിക്കണം, ഈശോ വളർന്നതുപോലെ ഒരു നല്ല കുഞ്ഞായി എനിക്കും വളരണം. ഈ ഒരു ആഗ്രഹത്തോടെ ആയിരിക്കണം നമ്മൾ ദേവാലയത്തിൽ പോകേണ്ടത്. ഇനി വിശുദ്ധ കുർബാനയിൽ നിങ്ങൾ സ്ഥിരമായി കേൾക്കുന്ന ഒരു പാട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നിങ്ങൾക്കൊക്കെ അറിയാം, ഇപ്പോൾ നിങ്ങൾ കുറേ നാളായില്ലേ പള്ളിയിലൊക്കെ പോയിട്ട്. ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ നമുക്ക് പള്ളിയിലൊന്നും പോകാൻ പറ്റുന്നില്ല അല്ലേ? എങ്കിലും ഓൺലൈൻ കുർബാനയൊക്കെ നിങ്ങൾ വീടുകളിൽ കാണുന്നില്ലേ? ടി വിയിലും മൊബൈലിലുമൊക്കെ കുർബാന കാണുന്നില്ലേ? ഈ വിശുദ്ധ കുർബാനയിൽ നിങ്ങൾ കേൾക്കുന്ന, നമ്മൾ പാടി പ്രാർത്ഥിക്കുന്ന ഒരു പാട്ടാണ് നമ്മളിവിടെ പാടി പഠിക്കുന്നത്. ടീച്ചറിൻ്റെ ഒപ്പം അറിയാവുന്ന എല്ലാ കുട്ടികളും പാടണം. അറിയില്ലാത്ത കുട്ടികൾ പപ്പയോടും മമ്മിയോടും ഒക്കെ ചോദിച്ച് ഈ പാട്ട് പഠിക്കണം കേട്ടോ. നമുക്ക് പാടാം. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ, എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേകണമേ. കേട്ടിട്ടുണ്ടല്ലേ നിങ്ങളെല്ലാവരും ഈ പാട്ട്? ഈ പാട്ട് കേട്ടപ്പോൾ കുറേ പേര് അവിടെ ഇരുന്ന് എനിക്കറിയാം എന്ന് പറയുന്നത് ടീച്ചർ കേട്ടു. ഇനി നമുക്കൊരു ചെറിയ ഹോംവർക്ക് ചെയ്താലോ? ഇതെന്താണെന്നോ? ഇത് നിങ്ങളുടെ ഈശോ വസിക്കുന്ന ദൈവാലയമാണ്. എന്താണ്? ദൈവാലയം. അപ്പോൾ നമ്മുടെ ഈശോ വസിക്കുന്ന ദൈവാലയത്തിന് ഏറ്റവും മനോഹരമായി നമ്മൾ സൂക്ഷിക്കണ്ടേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറുകൾ നൽകി ഈ ദൈവാലയത്തെ നമുക്ക് മനോഹരമാക്കാം. നിങ്ങൾ നന്നായിട്ട് ഈ ദൈവാലയത്തിന് കളർ ചെയ്ത് നിങ്ങളുടെ ടീച്ചേഴ്സിന് നിങ്ങൾ ഈ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കണം കേട്ടോ. അത് അടുത്ത ഞായറാഴ്ചയ്ക്ക് മുൻപേ തന്നെ ചെയ്യണം. അടുത്ത ഞായറാഴ്ചയ്ക്ക് മുൻപേ തന്നെ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്താലേ അത് ടീച്ചറിന് അയച്ചു തരുള്ളൂ, ടീച്ചറിന് മാർക്ക് ഇടാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എത്രയും വേഗം തന്നെ കളറടിച്ച് നിങ്ങൾ നിങ്ങളുടെ ടീച്ചേഴ്സിന് ഫോട്ടോ എടുത്തിട്ട് കൊടുക്കണം കേട്ടോ. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. അതിനു മുൻപേ നമുക്ക് എന്തൊക്കെയാണ് പഠിച്ചതെന്ന് ഒന്നും കൂടി വേഗം ഓർത്ത് നോക്കിയാലോ? അപ്പോൾ നമ്മളിന്ന് പഠിച്ചത് ഈശോ ദേവാലയത്തിൽ പോയിരുന്നു. എന്തിനൊക്കെയാണ് പോയതെന്ന് നമ്മൾ പഠിച്ചു. പിന്നെ ദേവാലയത്തിൽ പോകുമ്പോൾ നമ്മുടെ മനോഭാവം എന്തായിരിക്കണം എന്ന് പഠിച്ചു. എന്താണ് ദൈവാലയം എന്ന് പഠിച്ചു. എന്തിനാണ് ദൈവാലയത്തിൽ പോകുന്നത് എന്ന് പഠിച്ചു. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായും പഠിച്ചത്. ഇതെല്ലാം ഓർത്ത് നിങ്ങളുടെ ടീച്ചേഴ്സ് ചോദിക്കുമ്പോൾ നല്ല കൃത്യമായിട്ട് നിങ്ങൾ ഉത്തരം പറയണേ. ഈ പാഠഭാഗം ഒരിക്കൽ കൂടി പപ്പയോടും മമ്മിയോടുമൊക്കെ പഠിപ്പിച്ചു തരാനും പറയണം കേട്ടോ. എങ്കിൽ നമുക്ക് കുരിശ് വരച്ച് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. എല്ലാവരും എഴുന്നേറ്റ് നിന്നേ. ഇടത് കൈ നെഞ്ചോട് ചേർത്ത് പിടിച്ച് നമ്മൾ കുരിശ് വരയ്ക്കാൻ പോവുകയാണ്. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കൊരു സ്തുതി പറയാം അല്ലേ? ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ആമേൻ.